ശ്രീ എൻ പി ചെക്കുട്ടി, ഈ കേക്ക് വിവാദം ഏത് രൂപത്തിൽ പ്രതിഫലിക്കും ലീഗ് രാഷ്ട്രീയത്തിൽ എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് പൊതുപ്രസംഗത്തിൽ നടത്തിയ പ്രതികരണം അത് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ആണ് എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. കാരണം ക്രിസ്മസ് ദിനത്തിൽ അന്ന് ബിഷപ്പ് ഹൗസിൽ ചെന്ന് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിലെത്തി വർഗീസ് ചെക്കാലക്കൽ മുറിച്ചു നൽകുന്നു. അത് കേക്ക് രണ്ടുപേർക്കും വായിൽ വെച്ച് കൊടുക്കുന്നു. ഇത് കണ്ടതാണല്ലോ. അപ്പോൾ അത് മതവിരുദ്ധമാണ് എന്നാണ് സമസ്തയിൽ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്. അത് ഹറാമാണ് എന്ന രൂപത്തിൽ വിവിധ പരിപാടികളിൽ പ്രസംഗിക്കുന്നു. അപ്പോൾ അതൊരു തുടർച്ചയാകുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇന്നലെ നെറ്റി ചുളിച്ചുകൊണ്ട് ശക്തമായ പ്രതികരണം നടത്തി. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിലുള്ള ഷാഫി ചാലിയമാണ് ഇന്നിപ്പോൾ പുറത്ത് കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന രൂപത്തിലേക്ക് പ്രതികരണം എത്തിച്ചിരിക്കുന്നത്. ഈ സമസ്തയിലെ വിഭാഗീയത കേക്ക് വിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അല്ല, അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദുരന്തത്തിലേക്ക് എത്തും. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയെ യഥാർത്ഥത്തിലൊരു ഭീകരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന തരത്തിലാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ കുറേ കാലങ്ങളായിട്ട് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് CPM-ൻ്റെ താല്പര്യങ്ങളെ സമസ്തയിലേക്ക് ഒളിച്ചു കടത്തുക, സമസ്തയിൽ ഒരു ശക്തമായ ആധിപത്യമുള്ള മുസ്ലിം ലീഗിനെ അതിൽ ദുർബലപ്പെടുത്തുക തുടങ്ങിയ ആശയങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ കൂടുതലായിട്ട് അവർക്ക് തന്നെ വലിയ ആപത്താകുന്ന അവസ്ഥയിലേക്കാണ്. കാരണം നോർമൽ സർക്കംസ്റ്റൻസസിൽ കേരളത്തിലെ മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ട് ഒരു ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷത്തിലേക്കോ വർഗീയമായിട്ടുള്ള വേർതിരിവിൻ്റെ അന്തരീക്ഷത്തിലോ പോകുന്ന ഒരു അവസരം വരികയാണെങ്കിൽ, ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ കേരളത്തിലെ മുസ്ലിം സമുദായം അതിനെ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ നോക്കിയാൽ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നായാലും, സാധാരണ സംഘപരിവാരം പോലുള്ള ആളുകളാണ് ഇത് സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇടക്കാലത്ത് CPM ആ തരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തി. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM-ന് വേണ്ടിയിട്ട് സമസ്തയിലെത്ത ചില ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള സാധാരണയിലുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെ, സാമൂഹികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകളെ അതിനെ മതപരമായിട്ടുള്ള ഒരു പരിവേഷത്തിൽ കൊണ്ടുവരും, അതെല്ലാം ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ബന്ധ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതി. കാരണം മറ്റു കമ്മ്യൂണിറ്റിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അവരെ മതപരമായ ആചാരങ്ങളുണ്ട്, പലതരത്തിലുള്ള സംഗതികളുണ്ട്, പലതരം കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇതൊന്നും നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ കേരളം പോലെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുടെ അജണ്ട നടക്കില്ല. മാത്രമല്ല അത് CPM-ന് ഒരു ഉപദ്രവമായിട്ട് വരും. കാരണം CPM ആണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ കയറയിച്ചു വിടുന്നത്. ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾക്ക് പിന്നിൽ CPM-ൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടും എന്ന പ്രതീക്ഷയാണ്, എന്ന തോന്നലുണ്ട്. പക്ഷേ അത് മുസ്ലിം ലീഗിനെ ഒരിക്കലും ബാധിക്കാനിടയില്ല. ആരെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഈ CPM പോലുള്ള രാഷ്ട്രീയ കക്ഷികളായിരിക്കും. CPM ആണ് കേരളത്തിൽ സാമൂഹികമായ വിഭജനത്തിന് വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഈ കേരളീയ സമൂഹത്തെ തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ CPM-ൻ്റെ ബുദ്ധിശാലയിൽ നിന്നാണ് വരുന്നത് എന്ന തോന്നലാണ് അതുണ്ടാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.